ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബുൽ മുഫ്രദിൽ ഈ ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് പണ്ഡിതന്മാർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് കഴുതയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ കഴുതനെ കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ ഒരു ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കഴുതയുടെ തല പുറത്തേക്ക് വരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് തന്നെ പോകുന്നു. വിഷയം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ ചെറിയ വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ താമസിക്കേണ്ട, വൃദ്ധയായ പെണ്ണുങ്ങൾ, നല്ല പ്രായമുണ്ട്. ആ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ എന്താ സംഭവം? അതെൻ്റെ മോനായിരുന്നു. ഞാൻ എന്ത് ഉപദേശിക്കുമ്പോഴും അവൻ പറയും, ഒന്ന് നിങ്ങളെ കഴുതപ്പാട്ടൊന്ന് നിർത്തോ. വരുമ്പം തന്നെ കോളേജിൽ നിന്ന് വരുമ്പം തന്നെ തുടങ്ങും, നിസ്കരിച്ചാ? എവിടുന്നാ നിസ്കരിച്ചത്? നീ ആരെപ്പര പോയത്? നീ ഇന്ന് ളുഹർ നിസ്കരിച്ച? ഒന്ന് അനങ്ങാണ്ടിക്കോ. ബാക്കിയുള്ള വീട്ടിലെല്ലാം കുട്ടികൾക്ക് എന്തൊരു സ്വാതന്ത്ര്യം ഉണ്ട്, ഇവിടെ ഫുള്ള് ജയിലാന്നല്ല എന്നതാണല്ലോ പുതിയ കുട്ടികളുടെ ഡയലോഗ്. ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എനിക്ക് ആരാണ് പെണ്ണ് വേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം. ദയവ് ചെയ്തിട്ട് ഉപ്പൊന്നും മിണ്ടാണ്ടിരുന്നാൽ മതി. നീ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയാണോ? അപ്പോൾ ഉപ്പയും ഉമ്മയോ? മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ ഇണയെ തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല ഉസ്താദേ. അപ്പോൾ ഉപ്പയും ഉമ്മയും അവരൊന്നും എനിക്ക് വേണ്ട. എടമോളെ കുറച്ച് നേരത്തെ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ. എപ്പോൾ ഉസ്താദേ? കുറച്ച് നേരത്തെ. അതെപ്പോഴാ? ജസ്റ്റ് ബിഫോർ 80 years. എന്ന് പറഞ്ഞാൽ 18 കൊല്ലം മുമ്പ് നിന്നെ പ്രസവിച്ച ഉടനെ നീ ബെഡുമ്മൽ വീണു. അന്നേരമായിട്ട് നീ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. ഉമ്മ പ്രസവിച്ചില്ലേ, ഇനി എന്നെ ഉമ്മ നോക്കണ്ടെന്ന് അന്നേ പറയലല്ലേ. ഇതെന്ത് ഇപ്പോഴൊരു ഡയലോഗ്? എന്താ അന്ന് പറയാതിരുന്നത്? ഇന്ന് നീ മമ്മിനിപ്പാലും കുടിച്ച് പല്ല് വളർന്ന് നാവ് നീണ്ടു, കയ്യും കാലൊക്കെ വലുതായി, ഇൻസ്റ്റയും റീൽസും സ്നാപ്പ് ചാറ്റിങ്ങും ഒറ്റക്ക് പറയാനും ഉപയോഗിക്കാനും പഠിച്ചു കഴിഞ്ഞ് ഇനി ഉപ്പാനും ഉമ്മാനും ആവശ്യമില്ലല്ലേ. ഇങ്ങനത്തെ ഒരു ഡയലോഗ് പഴയ കാലത്തുണ്ടായിരുന്നു. ഒന്ന് കഴുതപ്പാട്ട് നിർത്തോന്ന്. എനിക്കത് നല്ല വിഷമമായി. ഈ വയസ്സായ ഉമ്മ പറയാ. ഞാൻ പറഞ്ഞു, അന്തഹി മാറും, നീയാടെ കഴുതാം. എൻ്റെ മോന് മരണപ്പെട്ടു. എല്ലാ വൈകുന്നേരവും ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കഴുതൻ്റെ മുഖമായിട്ട് കഴുതൻ്റെ സൗണ്ട് പുറപ്പെടുവിച്ചിട്ട് താഴേക്ക് തന്നെ പോക്കാണ് പരിപാടി. ഏത് തെറ്റും അള്ള ഒരുവിധം പുറത്തു തരും, അള്ള ക്ഷമിക്കും. എന്ന് പറഞ്ഞാൽ ശിക്ഷ ആഖിറത്തിലേക്ക് വെക്കും. ഉപ്പാനും ഉമ്മാനും തൊട്ട് കളിച്ചാൽ ദുനിയാവും തന്നെ കിട്ടും. ഹാക്കിം ഇമാമിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നതാണ്. വേറെ ഏത് തെറ്റും പോലെ അല്ല തെറ്റ്. നമ്മളെ കാരണം കൊണ്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കണ്ണുനാറ്റ് ഒരു തുള്ളി കണ്ണീര് വീണാൽ വേണ്ട, കണ്ണിൽ വെള്ളം നിറഞ്ഞാൽ വേണ്ട, ആ മുഖത്ത് ആ മനസ്സിന് വിഷമം വന്നാൽ തീർന്നു പോകും. മുദരിസല്ല, ആലിമല്ല, ഖാദിയല്ല, ഖുളാത്തല്ല, ഏത് വലിയ സംഘടനാ പ്രവർത്തകനാണെങ്കിലും ഈമാനോടെ മരിക്കണമെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങണം. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങിയ മോനാണെങ്കിൽ അയാൾക്ക് ഈമാനോടുള്ള മരണം കിട്ടുമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. നമ്മളെ ഉമ്മാൻ്റെ എല്ലാം മടിയിൽ എത്ര തവണ കാഷ്ടിച്ചിട്ടുണ്ടാവും, മൂത്രമൊഴിച്ചിട്ടുണ്ടാവും. പമ്പേഴ്സൊക്കെ ഇപ്പം വന്നല്ലേ. നമ്മൾ ടോയ്ലറ്റിൽ പോയാൽ ഇടത്തെ കൈ കൊണ്ടല്ലേ നജസ് ടച്ച് ചെയ്യുള്ളൂ. എന്നാൽ നമ്മുടെ കാഷ്ടം വലത്ത് കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ നമ്മളെ പാവം ഉമ്മയായിരിക്കൂലേ അത്, അല്ലേ? ആ ഉമ്മാൻ്റെ നമ്മളെ നജസ് വൃത്തിയാക്കി തന്ന ഉമ്മാൻ്റെ കൈ പിടിക്കാൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകാരായ ന്യൂ ജനറേഷൻ ഇപ്പോൾ സമയമില്ല. നിങ്ങൾ പിള്ളേരോട് ചോദിച്ചു നോക്കിയേ, ഉമ്മാൻ്റെ കൈ പിടിച്ച് സലാം പറഞ്ഞവരൊന്ന് കൈ റൈസ് ദെയർ ഹാൻഡ്സ് എന്ന് പറഞ്ഞു നോക്കിയേ. ആ ഉമ്മ കിച്ചനിലാണ് ഉണ്ടായി, ഞാൻ പിന്നെ വേഗം പോന്നു. സലാം പറഞ്ഞ് കൈയൊന്നും പിടിക്കാൻ സമയമില്ല. നേരമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. കണ്ടോ, ഉപ്പ കൊണ്ട തണലാണ്, ഉപ്പ കൊണ്ട വെയിലാണ് നമ്മളിപ്പം കൊള്ളുന്ന തണൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഖുർആനിലും ഹദീസിലും ഉപ്പാനെ കുറിച്ച് കൂടുതൽ പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഉമ്മ സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ കാണാത്ത കാലത്താണ്. പ്രസവിച്ചത്, മുലയൂട്ടിയത്, ഗർഭം ചുമന്നത്, ഇതൊന്നും നമ്മൾ കാണുന്ന കാലമല്ല, നമുക്ക് ബുദ്ധി മുളച്ച കാലമല്ല അത്. ഉപ്പ കഷ്ടപ്പെടുന്നത് നമ്മൾ നേരെ കാണുന്നില്ലേ. കൊറോണക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് വഴിയോരങ്ങളിൽ പെൻസില് പേന വിറ്റിട്ടും 40 രൂപക്ക് ഈ മറ്റേ കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി വിറ്റിട്ടും മാസ്ക് വിറ്റിട്ടൊക്കെ ആ മക്കളെ പോറ്റുന്നത് ഉപ്പമാർ. പാവങ്ങൾ കഷ്ടപ്പെടുകയാണ് അവർ. ട്രെയിനുകളിൽ നിന്നൊക്കെ ചില കച്ചവടക്കാരെ കണ്ട കരഞ്ഞു പോകും.
പ്രായമുള്ള മനുഷ്യന്മാർ സഞ്ചിയിൽ നാരങ്ങ എടുത്തിട്ട് വിൽക്കുക. ഇതാ 10 രൂപ 40 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പാവങ്ങൾ. എന്തിന്? മക്കൾക്ക് പെൻസിലും പേനയും വാങ്ങിക്കൊടുക്കാൻ. ഈ മക്കളാ വളർന്ന് വലുതാവുമ്പോൾ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ അള്ള വെറുതെ വിടുവോ? അരുത് മക്കളെ, അരുത്, ഒരിക്കലും പറ്റില്ല. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം 100ക്ക് 100 വാങ്ങണം. ഒറ്റ ഒരാശയം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. കാഷ്ടിച്ച് മൂത്രയിച്ചാൽ അതൊക്കെ ഞാനാ വൃത്തിയാക്കി കൊടുക്കല്. എൻ്റെ കടപ്പാട് തീരുമോയെന്ന് ചോദിച്ചു. ഡ്യൂട്ടി കഴിയോ? ഇല്ല. എന്തേന്ന് ചോദിച്ചു. നീ നിൻ്റെ ഉമ്മാൻ്റെ ഇതൊക്കെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കുന്നവരല്ലേ ഇത് ചെയ്യണ്ടുള്ളൂ എന്നാ അല്ലേ? ഉമ്മ മരിക്കുന്നവരെ, അതിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കുറേ കാലം അഡ്മിറ്റ് ആയാൽ ചിലപ്പോൾ സ്വലാത്തിൻ്റെയും മറ്റു മജ്ലിസിലേക്കൊക്കെ പേപ്പർ കൊടുത്തേക്കും, ഉമ്മാക്ക് അസുഖമാണ്, സലാമത്തിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ മരിക്കും അല്ലേ? അതാണ് ഹൈറെങ്കിൽ നിന്ന് ചിലപ്പോൾ തഹ്വീൽ കൊടുക്കാം അല്ലേ? ഉമറുല്ലാന്ന് പറയാ. അതേ സമയത്ത് മുമ്പ് നീ ഉമ്മാൻ്റെ മടിയിലും മറ്റൊക്കെ നജസാക്കി കാഷ്ടിച്ച് മൂത്രയിച്ചപ്പോൾ വൃത്തിയാക്കുമ്പോൾ ഉമ്മ ചിന്തിച്ചത് നീ വളരണം എന്ന്. ഇപ്പം നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കണോന്ന്. എത്ര വ്യത്യാസമുണ്ട് മോനെ എന്ന്. ഞാനിതൊരു സ്ഥലത്ത് വയല് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ ഒരാൾ കുറേ സമയം മുസാഫത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് സുഖമില്ല ഉസ്താദേ. ഉമ്മർ തങ്ങളെ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ചികിത്സ നടത്തുമ്പോൾ ഞാൻ വിചാരിക്കൽ ഇത് മരിക്കുന്നവരല്ലേ വേണ്ടുള്ളൂ എന്നാണ്. ഉമ്മയില്ലാത്ത പോരങ്ങ ആലോചിച്ച് നോക്കി. ഉമ്മയില്ലാത്ത വീട്. ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയ ഒരാൾ പോരക്കുണ്ടാവൽ എത്ര വലിയ നിയമത്താണ്. ഉമ്മയില്ലെങ്കിൽ ആ പുരയിൽ AC, അടിപൊളി ബാത്റൂം, കുറേ മാർബിൾ, ഗ്രാനൈറ്റ്, എന്നെ കൊണ്ടെന്താ കാര്യം? ഉമ്മാൻ്റെ മുഖം നോക്കിയാൽ തന്നെ സ്വർഗല്ലേ? ഉമ്മാൻ്റെ മുഖത്ത് നോക്കി അജുമ്രം ചെയ്ത കൂലിയല്ലേ? ആ ഉമ്മയില്ലെങ്കിൽ തീർന്നില്ലേ നമ്മളെ വീടിനെന്ത് പ്രകാശമുള്ളത്? അവർ കുറേ കാലം നമുക്ക് വേണം. ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം വാങ്ങണം. ഉപ്പാക്കും ഉമ്മാക്കും 1 രൂപ കൊടുത്താൽ ഇസ്ലാം പറയുന്ന കൂലി എത്രയെന്നറിയാം? 1,00,000 രൂപ കൊടുത്ത കൂലിയാ. 1,00,000 ഇരട്ടി പ്രതിഫല ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്ക ചെയ്താൽ. അങ്ങനെ ആരും ഉണ്ടാവുമോ ലോകത്ത്? ആ സ്വർഗവാതിലുകളെ നമ്മളെപ്പോഴും പരിരക്ഷിക്കണം. ഉമ്മാനെ കുറിച്ചിട്ടുള്ള വയല് ഉമ്മ മരിച്ചതിന് ശേഷം കേട്ടിട്ട് യൂട്യൂബ് പ്രഭാഷണം കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കേ വേണ്ടത്. അങ്ങനെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തുള്ള നല്ല മക്കളാവണം എന്ന് സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നേരത്തെ ഒരുപാട് പേർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവർക്കും, വിശേഷിച്ച് നമ്മുടെ പ്രസിഡന്റ് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. അവരുടെ 2 റൂമുകൾ നമ്മുടെ വിദ്യാഭ്യാസ ദീനി സംരംഭത്തിന് ഫ്രീ ആയി വിട്ടു തന്നതാണ്. അള്ളാഹു അതിൻ്റെ പകരം സ്വർഗം നൽകുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.